എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇന്ന് ക്ലീവേജും തുണിയിലാണ് നടന്ന പോലും അടി കിട്ടാത്തതും അത് ഓക്കെ എന്ന് പറയാനുള്ള റീസൺ എന്താ? നിങ്ങളെ പോലെ ആൾക്കാർ നോർമലൈസ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. പിന്നീട് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയൂല. സത്യമായിട്ടൊന്നും ആരെ എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. വിളിച്ചാലോന്ന് വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വിളിച്ച നമ്മുടെ ഇപ്പൊ എന്തിനാ കൊരങ്ങത്തിന് തിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. ഞാൻ ഫേമസ് അല്ലേ ചിലപ്പോ വിളിച്ചാല്. നമുക്ക് ഇങ്ങനത്തെ കുലിസിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു പൊടിക്ക് കിറുക്കുണ്ടോന്ന് കൂടി സംശയമുണ്ട്. പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഫേമസ് അല്ല. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. 30 പൈസ കൂടുമ്പോ നമുക്ക് ഇതിനുള്ള ചൗദര കൂടും. സത്യമായിട്ടുള്ള കാര്യമാണ്. താങ്കൾക്ക് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 30 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ അപ്പൊ കല്യാണം കഴിച്ചൂടെ? അത് ലൈസൻസ് അത് താല്പര്യമില്ല. ഓക്കെ ഓക്കെ അത് ഓക്കെ വയ്യായിരിക്കും. ഓക്കെ ഓക്കെ വേണ്ട വേണേ നമുക്ക് ഇങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് പറന്ന് നടന്നാ മതി. നമ്മുടെ റിലേഷൻഷിപ്പിൽ സെക്സ് നല്ല അല്ലെങ്കിൽ നമുക്ക് അവരോട് വലിയ ഇതൊന്നും ഉണ്ടാവത്തില്ല. എനിക്ക് എന്റെ സേഫ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ ഇവരുടെ കൂടെ ഒക്കെ പോയിട്ടേ സേഫ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കിപ്പോ 4-5 പിള്ളേരായിട്ട് ഞാൻ ഇവിടെ ഇന്റർവ്യൂ വന്നിരുന്നേ. സേഫ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കിപ്പോ 4-5 പിള്ളേരായിട്ട് ഞാൻ ഇവിടെ ഇന്റർവ്യൂ വന്നിരുന്നേ. മനസ്സിലായോ? എന്റെ വീട്ടിൽ മാത്രമല്ല നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി